ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ 2024 ഏറെക്കുറെ അവസാനിച്ചിരിക്കുകയാണ്. അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. അപ്പം ന്യൂ ഇയർ റെസൊല്യൂഷൻ എല്ലാവരും വെയിറ്റ് ചെയ്യുന്നൊരു വീഡിയോ ആണ്. കുറേ പേര് ടെക്സ്റ്റ് ചെയ്തിരുന്നു ന്യൂ ഇയർ റെസൊല്യൂഷൻ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. എല്ലാവർക്കും ഒരു പ്രതീക്ഷ ഉണ്ടാവും 2025 എങ്ങനെയെങ്കിലും വെയിറ്റ് കുറച്ച് ഒരു ഐഡിയൽ വെയിറ്റിലേക്ക് എത്തിക്കണം എന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടാവും. വെയിറ്റ് ഗെയിൻ ആണെങ്കിലും വെയിറ്റ് ലോസ് ആണെങ്കിലും ഒക്കെ എല്ലാവർക്കും ഒരു എന്താ പറയുക, ന്യൂ ഇയർ റെസൊല്യൂഷൻ്റെ ഭാഗമായിട്ട് എല്ലാവരും റെഡിയായി നിൽക്കുന്നുണ്ടാവും. ഈ ഒരു ജനുവരി 1 മുതൽ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അവർക്കൊക്കെ ഉള്ള ഒരു കിടിലൻ വീഡിയോ ആണ്, ഒരു എഫക്റ്റീവായിട്ടുള്ള ഒരു വെയിറ്റ് ലോസ് വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. മെയിനായിട്ട് നിങ്ങൾ എന്താ പറയുക, ഇതുവരെ വർക്കൗട്ട് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യണം. വർക്കൗട്ട് എന്ന് പറയുന്നത് ഒരു പർപ്പസ്ഫുള്ളായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, അത് ലൈക്ക് വെയിറ്റ് ലോസ് വെയിറ്റ് ഗെയിൻ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടല്ലാണ്ട് ഇതിന് ഇങ്ങനൊരു ഫോക്കസ് ചെയ്യാണ്ട് വർക്കൗട്ടിലൂടെ നമുക്ക് മെൻ്റൽ സ്ട്രെങ്ത്തും ഫിസിക്കൽ ഹെൽത്തും ഒക്കെ നമ്മളെല്ലാം ഇമ്പ്രൂവ് ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ പലരും പല അസുഖങ്ങൾ കൊണ്ടും അല്ലെങ്കിൽ മെൻ്റലി സ്ട്രഗിൾ ചെയ്യുന്നവരായിരിക്കും. അപ്പം ഇതിൽ നിന്നൊക്കെ ഓവർകം ചെയ്യാൻ നിങ്ങൾക്ക് കുറച്ച് ഈസി ആയിട്ട് പറ്റും. എന്തിലൂടെ? വർക്കൗട്ടിലൂടെ സാധിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഒരു പർപ്പസിന് വേണ്ടി ചെയ്യാണ്ട് നിങ്ങളുടെ ഒരു ഫിസിക്കൽ ഹെൽത്തിനും മെൻ്റൽ ഹെൽത്തിനും വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യുക. ഓക്കെ, യു ഹാവ് ടു ഡു. നമ്മൾ എന്താ പറയുക, ഡെയിലി റൊട്ടീനിൽ നിങ്ങൾ ഉൾപ്പെടുത്തുക. ഒരു ഹാഫ് ആൻ അവറെങ്കിലും നിങ്ങൾ അറ്റ്ലീസ്റ്റ് വർക്കൗട്ട് ചെയ്യുക. ജസ്റ്റ് ഒരു വാക്കിംഗ് ചെയ്യാണ്ട് വർക്കൗട്ട് തന്നെ ചെയ്യുക. വെയിറ്റ് ട്രെയിനിങ് ആയിട്ടും ഒക്കെ ചെയ്യുക കേട്ടോ. ഇപ്പോൾ ജിമ്മുകളിൽ പോകാൻ പറ്റാത്തവർ എന്ത് ചെയ്യുക, വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ തന്നെ നല്ല നല്ല ഓഫേഴ്സ് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് വെയിറ്റ് ലോസിനും വെയിറ്റ് ഗെയിനൊക്കെ. ഞാനതിൻ്റെ ഇത് വെക്കാം, ബ്രൗസറോട് വെക്കാം, നിങ്ങൾ നോക്കിയാൽ മതി. വളരെ അഫോർഡബിൾ ആകുന്ന പ്രൈസുള്ള ഓൺലൈൻ പ്രോഗ്രാം നമുക്ക് ഉണ്ട്. ഒരു അടിപൊളിയായി പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് പേരുണ്ട്, ഒരുപാട് പേർക്ക് നല്ല റിസൾട്ടും ഉണ്ട്. നല്ലപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളി റിസൾട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ലൈവ് സെഷൻസൊക്കെ ഉണ്ട്. ലേഡീസിനാണെങ്കിൽ ലേഡീസ് ഓൺലി, ലേഡീസ് ട്രെയിനേഴ്സൊക്കെ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇനി ഓൺലൈൻ ട്രെയിനിങ്ങിന് താല്പര്യമുള്ളവർ ഞാൻ വാട്സപ്പ് നമ്പർ ഡീറ്റെയിൽ കൊടുത്തേക്കാം, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. സോ പറഞ്ഞു വന്നതെന്താ വെച്ചാൽ, നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക. ഇതുവരെ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഇനി മുതലെങ്കിലും നിങ്ങൾ വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ നിങ്ങളൊരു ഒരു 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 എന്താ പറയുക, നമുക്കൊരു സ്കെഡ്യൂൾ വേണം എപ്പോഴും. ഉറങ്ങുന്നതിലാണെങ്കിലും എഴുന്നേൽക്കുന്നതിലാണെങ്കിലും നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിലാണെങ്കിലും ഒരു ടൈം സ്കെഡ്യൂൾ വെക്കുന്നത് വളരെയധികം ഗുണം ചെയ്യും, നിങ്ങൾക്ക് ലൈഫിൽ ഗുണം ചെയ്യും. അതുപോലെ തന്നെ നിങ്ങൾ വർക്കൗട്ടിനെ നമ്മൾ മോർണിംഗിൽ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ആ ഒരു ഡേ തന്നെ നമുക്കൊരു പോസിറ്റീവ് എനർജി നല്ലപോലെ കിട്ടും. ലേറ്റ് നൈറ്റ് നിങ്ങൾ ഉറങ്ങുന്നതിൻ്റെ തൊട്ട് മുമ്പ് നിങ്ങൾ വർക്കൗട്ട് ചെയ്യാണ്ടിരിക്കുക. അത് ചിലപ്പോൾ നിങ്ങൾ ഉറക്കത്തിനെ ബാധിക്കാൻ സാധ്യത കൂടുതലാണ്. അപ്പം അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ ഡയറ്റായിട്ട് ഭയങ്കര ഹെവി ആയിട്ടൊന്നും നിങ്ങൾ ഡയറ്റൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ നോർമലായിട്ട് ഹെൽത്തി ആയിട്ട് നിങ്ങൾ ഡയറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ ഒരു ഡയറ്റ് എന്ന് പറയുന്നത് നമ്മൾ പൊതുവായിട്ട് എല്ലാവർക്കും ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് കിട്ടും. എന്നാൽ ഇതൊരു ഒരാൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന ഡയറ്റല്ല. നമ്മൾ പൊതുവായിട്ട് ഒരു ഡയറ്റ്, ഇത് കസ്റ്റമൈസ്ഡ് ഡയറ്റൊന്നുമല്ല. ഒരാളുടെ BMI അനുസരിച്ചുള്ള ഒരു ഡയറ്റ് പ്ലാനൊന്നും അല്ല. അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റില്ല, കാരണം ഒരുപാട് പേര് ഇത് കാണുന്നവരാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു കസ്റ്റമൈസ്ഡ് ഡയറ്റ് പ്ലാനൊക്കെയാണ് നമ്മൾ ഓൺലൈൻ പ്രോഗ്രാമിൽ നമ്മൾ കൊടുക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ആവശ്യം എന്താണോ അതനുസരിച്ച് നമ്മൾ ഡയറ്റ് പ്ലാൻ കൊടുക്കുകയുള്ളൂ. അപ്പോൾ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. ഈ ഒരു വർഷമെങ്കിലും 2025 നിങ്ങൾ വിചാരിച്ച എന്താ പറയുക, ഒരു ഐഡിയൽ വെയിറ്റിലേക്ക് എത്താൻ അതിനു വേണ്ടി നിങ്ങൾ പരിശ്രമിക്കുക. ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുക. നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഡയറ്റിലേക്ക് കിടക്കാം. അപ്പോൾ വൈകാണ്ട് നമ്മളെ മീൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ പറയാൻ പോകുന്ന മീൽസ് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക. ഞാൻ പറയുന്നത് എന്താണോ അത് തന്നെ നിങ്ങൾ കഴിക്കുക കേട്ടോ. നിങ്ങൾ ഇഷ്ടപ്രകാരം നിങ്ങൾ മോഡിഫൈ ചെയ്തിട്ട് കഴിക്കാണ്ടിരിക്കുക. ഞാൻ എന്താണോ പറയുന്നത്, ഇത് ഏതൊരു തരത്തിൽ അതായത് ഏത് ഹെൽത്ത് ഇഷ്യൂ ഉള്ള ആളുകൾക്കും ഇത് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു ഡയറ്റാണ്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. അതുപോലെ ഇത് ഒരു ലോ കലോറി ഡയറ്റാണ്. ഏറെക്കുറെ ഒരു 1000 കലോറീസൊക്കെ വരുന്നുള്ളൂ, 1200 കലോറീസൊക്കെ വരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ടും ഇതിലൂടെ കിട്ടും നിങ്ങൾക്ക്. സോ ബ്രേക്ക്ഫാസ്റ്റിൽ നമ്മൾ കഴിക്കാൻ പോകുന്നത് 1 കപ്പ് ഓഫ് ഫ്രൂട്ട്സ് ആണ്. 1 കപ്പ് എന്ന് പറയുമ്പോൾ ഏറെക്കുറെ ഒരു 200 ഗ്രാം അല്ലെങ്കിൽ 250 ഗ്രാമോളം ഫ്രൂട്ട്സ്. അപ്പോൾ ഞാനിവിടെ ഡിറ്റോക്സ് ഡ്രിങ്ക്, നിങ്ങൾ എംപ്റ്റി സ്റ്റൊമക്കിൽ കഴിക്കേണ്ട ഡിറ്റോക്സ് ഡ്രിങ്ക് ഞാൻ മെൻഷൻ ചെയ്യുന്നില്ല. പലർക്കും
ആസിഡിറ്റീൻ്റെ പ്രോബ്ലം ഉള്ളത് കൊണ്ട് തന്നെ ഞാനത് മെൻഷൻ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ചിയാ സീഡ് വാട്ടർ അല്ലെങ്കിൽ ലെമൺ വാട്ടറൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ. അതുകൊണ്ട് ഞാനിവിടെ മെൻഷൻ ചെയ്യാത്തത്, പ്രത്യേകം എടുത്ത് പറയാത്തതിൻ്റെ റീസൺ അതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ കഴിക്കേണ്ടത് ബ്രേക്ക്ഫാസ്റ്റിൽ 1 കപ്പ് ഓഫ് ഫ്രൂട്ട്സ് ആണ്. അപ്പോൾ ഫ്രൂട്ട്സിൽ നിങ്ങൾക്ക് ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റും. പപ്പായ, ഓറഞ്ച്, ഗ്രീൻ ആപ്പിള്, സാദാ ആപ്പിള്, പിന്നെ പഴം, അതുപോലെ പോമോഗ്രാനൈറ്റ്, ക്യാൻലോപ്പ്, അങ്ങനെ വാട്ടർ മെലന്, ഇതൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഒരു 200 ഗ്രാം അല്ലെങ്കിൽ 250 ഗ്രാമോളം വരും 1 കപ്പ് ഓഫ് എന്ന് പറയുമ്പോൾ. ഓക്കെ, ഇതാണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൽ ഓപ്ഷനായിട്ട് നിങ്ങൾ കഴിക്കേണ്ടത്. ഓക്കെ, അതുപോലെ ലഞ്ച് ഞാനിവിടെ ടൈമും മെൻഷൻ ചെയ്തിട്ടില്ല. നിങ്ങൾ ഒരു അപ്രോക്സിമേറ്റ് ഒരു 8 o'clock അല്ലെങ്കിൽ 9 o'clock നിങ്ങൾ സ്റ്റാർട്ട് ചെയ്താൽ മതി. ഞാനൊരു പറയാം, ടൈമിംഗ് ഇവിടെ ഞാൻ മെൻഷൻ ചെയ്യാം. അപ്പോൾ ഞാൻ ഇപ്പോൾ പറയാം. ലഞ്ച് അപ്പോൾ വരുമ്പോൾ നിങ്ങളൊരു 12 അല്ലെങ്കിൽ 1 o'clock നിങ്ങൾ ലഞ്ച് കഴിക്കുക. ഈ ലഞ്ചിൽ ഞാനിവിടെ ആഡ് ചെയ്തിട്ടുള്ളത് ക്വിനുവ. ഇത് ഭയങ്കര ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ളൊരു ഫുഡാണ്, ഹെൽത്തി ഫുഡാണ്, ഹെൽത്തി ചോയ്സാണ്. ഇത് നിങ്ങൾക്ക് മെയിനായിട്ട് നമ്മൾ ഒരു വെയിറ്റ് ലോസ് ചെയ്യുന്നവർക്ക് വളരെയധികം ഒരുപാട് ന്യൂട്രീഷൻ അടങ്ങിയിട്ടുള്ളൊരു ഫുഡാണ്. അപ്പം ഇത് കുക്ക്ഡ് ഒരു 100 ഗ്രാം കുക്ക്ഡ് ക്വിനുവ, അതായത് നമ്മൾ കുക്ക് ചെയ്തതിന് ശേഷമാണ് നിങ്ങൾ മെഷർ ചെയ്യേണ്ടത്. 100 to 150 ഗ്രാം മാക്സിമം, അതിൽ കൂടുതൽ നിങ്ങൾ കഴിക്കേണ്ട ആവശ്യമില്ല. 100 അല്ലെങ്കിൽ 150 ഗ്രാം ലോ കലോറിയാണ്. ഓക്കെ, ആഫ്റ്റർ കുക്കാണ് നിങ്ങൾ മെഷർ ചെയ്യേണ്ടത്. ഓക്കെ, 100 ഗ്രാമാണ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ നിങ്ങൾ കഴിക്കേണ്ടത് 2 വോൾ എഗ്സ്, 2 എഗ് വൈറ്റ്. ഇതിൻ്റെ കൂടെ നിങ്ങൾ ഓപ്ഷനായിട്ട് കഴിക്കേണ്ടത് 2 വോൾ എഗ്സ്, 2 എഗ് വൈറ്റ്. അങ്ങനെ ടോട്ടൽ 4 എഗ്ഗാണ് നിങ്ങൾ കഴിക്കേണ്ടത്. ഇതിൻ്റെ കൂടെ 2 ഫുൾ എഗ്ഗും 2 വൈറ്റും. അപ്പോൾ ഇതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്നത്, ഇനിയിപ്പോൾ പി സി ഒ ഡി ഇഷ്യൂ ഉള്ളവർക്ക് നിങ്ങൾ ചിക്കനൊന്നും കഴിക്കരുത്. ഈ ഒരു ഫുഡ് തന്നെ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുക. ഇപ്പോൾ തൈറോയ്ഡ് ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, ചിക്കനൊക്കെ കഴിക്കാൻ പറ്റും. ബാക്കിയുള്ളവർക്കും ചിക്കൻ കഴിക്കാൻ പറ്റും. ചിക്കൻ കഴിക്കാം, ഫിഷ് കഴിക്കാം, ചിക്കൻ ഫിഷ്. ഓക്കെ, ഇതൊരു നിങ്ങൾ 100 ഗ്രാം അല്ലെങ്കിൽ 150 ഗ്രാമോളം നിങ്ങൾ കഴിക്കാം. ഇതിൻ്റെ കൂടെ നിങ്ങൾ വെജിറ്റബിൾ തോരന് അല്ലെങ്കിൽ വെജിറ്റബിൾ സലാഡായിട്ട് നിങ്ങൾക്ക്, അല്ലെങ്കിൽ വെജിറ്റബിൾ ബോയിൽ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, 12 or 1 o'clock നമ്മൾ ലഞ്ച് കഴിച്ചു. ഇനി നമ്മളൊരു 3 അല്ലെങ്കിൽ 4 o'clock നിങ്ങൾ ഈവനിങ് സ്നാക്ക്, അതായത് ഈവനിങ് സ്നാക്കായിട്ട് നമുക്ക് ഒരു ഹെൽത്തി ഫാറ്റൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു ചെറിയൊരു സ്നാക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഗ്രീൻ ടീ അല്ലെങ്കിൽ ബ്ലാക്ക് കോഫി അല്ലെങ്കിൽ ബ്ലാക്ക് ടീ ഒക്കെ നിങ്ങൾക്ക് കഴിക്കാം. മിൽക്ക് നിങ്ങൾ ഒരിക്കലും ഒരു കാരണവശാലും നിങ്ങൾ ഉപയോഗിക്കരുത്, നിങ്ങളെ വെയിറ്റ് ലോസിന് അത് ബാധിക്കും. അതുപോലെ നല്ല ലാക്ടോസ് നിങ്ങൾ ഉപയോഗിക്കാണ്ടിരിക്കുകയാണ് ഏറ്റവും നല്ലത്. ഓക്കെ, അപ്പോൾ ഒരു 5 or 6 ആൽമണ്ട്സ് നിങ്ങൾ ആഡ് ചെയ്യുക. ഒരു പീസ് അവക്കാഡോ ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ വാൾനട്ട്സ് 2 ആഡ് ചെയ്ത് കൊടുക്കുക. അവക്കാഡോ ബെറ്റർ സ്ലീപ്പ്, അതുപോലെ ഫൈബർ കണ്ടൻറ്റ് ധാരാളം അടങ്ങിയിട്ടുള്ളൊരു ഹെൽത്തി ഫുഡാണ്, ഹെൽത്തി ഫാറ്റാണ്. ബെറ്റർ സ്ലീപ്പ് നിങ്ങൾക്ക് കിട്ടും ഇതുമൂലം. ഓക്കെ, അപ്പോൾ ഈവനിങ് സ്നാക്സ് നമ്മളൊരു 4 മണിക്ക് കഴിച്ചു. അടുത്ത് നമ്മളെ ഡിന്നർ, അവസാനത്തെ മീൽ നിങ്ങളൊരു ഉറക്കത്തിൻ്റെ ഒരു 3 മണിക്കൂർ മുമ്പ് കഴിച്ചാൽ മതി. ഉറങ്ങുന്നതിൻ്റെ ഒരു 3 മണിക്കൂർ മുമ്പ് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്താൽ മതി. അത് നിങ്ങൾ ഡിസൈഡ് ചെയ്യുക. നിങ്ങൾ ഏതാ ടൈമാണ്, നിങ്ങൾ 10 മണിക്കാണ് ഉറങ്ങുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, 7 മണിക്ക് മാക്സിമം ഫിനിഷ് ചെയ്യുക. അല്ലെങ്കിൽ 6 o'clock നിങ്ങൾ എന്ത് ചെയ്യുക, ഫിനിഷ് ചെയ്യുക. അപ്പോൾ 6 o'clock ചിക്കൻ ബ്രസ്റ്റ് സലാഡ്. ചിക്കൻ ബ്രസ്റ്റാണ് എപ്പോഴും നല്ലൊരു ഓപ്ഷൻ വെയിറ്റ് ലോസിന്. ലെഗ് പീസിനേക്കാളും വളരെയധികം നല്ലതാണ് ചിക്കൻ ബ്രസ്റ്റ്. ലീൻ പ്രോട്ടീനാണ്, കൂടുതലായിട്ട് പ്രോട്ടീനാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. സോ ചിക്കൻ ബ്രസ്റ്റിന് നിങ്ങൾ ആഡ് ചെയ്യുക. ചിക്കൻ ബ്രസ്റ്റ് സലാഡ് അതൊരു 100 to 150 ഗ്രാം നിങ്ങൾ ചിക്കൻ ബ്രസ്റ്റ് ജസ്റ്റ് സോട്ട് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് ബോയിൽ ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, വെജിറ്റബിൾസ് അതിൻ്റെ കൂടെ നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കാം. അതിലൂടെ അല്ലെങ്കിൽ അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത്, രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ചിക്കൻ സൂപ്പാണ്. ഇതും ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് വെയിറ്റ് ലോസിന്. ഇനി അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് മഷ്റൂം സലാഡ്. മഷ്റൂം സലാഡും ബെസ്റ്റാണ്, വെയിറ്റ് ലോസിന് ബെസ്റ്റ് ഓപ്ഷനാണ്. ഇനി അതുമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 എഗ്ഗ് കൂടെ നിങ്ങൾക്ക് ആഡ് ചെയ്തിട്ട് 2 എഗ്ഗ് വൈറ്റ് അതിൻ്റെ കൂടെ വെജിറ്റബിൾ സലാഡ് കൂടെ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇതാണ് നമ്മളെ ഇന്നത്തെ, അതായത് ഞാൻ ന്യൂ ഇയർ റെസൊല്യൂഷന് നിങ്ങൾക്ക് തരാൻ പോകുന്ന ഡയറ്റ്. ഇത് നിങ്ങൾ ജസ്റ്റ് ഒരു 10 days ചെയ്താൽ തന്നെ മാജിക് റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. ഇത് ലോ കലോറി ഡയറ്റ് പ്ലാനാണ്. അതുപോലെ നിങ്ങൾ വിചാരിച്ച പോലെ നിങ്ങൾക്ക് റിസൾട്ട് പക്കായിട്ട് കിട്ടും. അതുപോലെ മറക്കാണ്ട് നിങ്ങൾക്ക് ഏതൊക്കെ ടൈമിൽ നിങ്ങൾ വർക്കൗട്ട് ചെയ്യാൻ പറ്റുമോ അതൊക്കെ ആ ടൈമിലൊക്കെ നിങ്ങൾ വർക്കൗട്ട് മാക്സിമം ചെയ്യുക, മാക്സിമം കലോറീസ് ബാൻ ചെയ്യുക, മാക്സിമം കാർഡിയോ പോലത്തെ എക്സസൈസുകൾ നിങ്ങൾ കൂടുതലായിട്ട് ചെയ്യുക. അപ്പോഴാണ് വെയിറ്റ് ലോസ് പെട്ടെന്ന് ഉണ്ടാകും. കാർഡിയോ
എക്സസൈസുകൾ കൂടുതലായിട്ട് ഉൾപ്പെടുത്തും. നമ്മുടെ ചാനലിലുണ്ട്. അതുപോലെ റെസിപ്പീസൊക്കെ നമ്മുടെ ചാനലിൽ ഒരുപാട് റെസിപ്പീസൊക്കെ ഉണ്ട്. റെസിപ്പീസൊക്കെ നിങ്ങൾ ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പം ഈ വീഡിയോ കാണുന്നവരൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയവരും ഇല്ലാത്തവർ ജസ്റ്റ് ഒരു കമൻറ്റൊക്കെ ചെയ്യുക. നിങ്ങളെ ഫ്രണ്ട്സിന് മറക്കാണ്ട് നിങ്ങൾ ഷെയർ ചെയ്യുക. അതുപോലെ ഓൺലൈൻ പ്രോഗ്രാം വളരെ ഭംഗിയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. CS ട്രാൻസ്ഫോർമേഷനാണ് നമ്മളെ ഇതിൻ്റെ പ്രോഗ്രാമിൻ്റെ പേര് തന്നെ. അപ്പം നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും സംശയം ഉണ്ട് ഇതിനുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം ID ഫോളോ ചെയ്യുക. കോച്ച് ഷഫീഖ് എന്നാണ്, അല്ലെങ്കിൽ CS ട്രാൻസ്ഫോർമേഷൻ. നിങ്ങൾ ജസ്റ്റ് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ ഫ്രീ ആകുമ്പോൾ നിങ്ങൾക്ക് റീപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ജസ്റ്റ് എന്ത് ചെയ്യുക, ഞാൻ ഈ കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പർ നിങ്ങൾ ബന്ധപ്പെടാം. സോ ഓൾ ദി ബെസ്റ്റ്, അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ, സ്റ്റേ ട്യൂൺ.